ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥയാത്ര രാഷ്ട്രപതി വീക്ഷിച്ചു. നാളെ ഭുവനേശ്വറിലെ ചരിത്രപ്രസിദ്ധമായ ഉദയഗിരി ഖണ്ഡഗിരി ഗുഹകൾ രാഷ്ട്രപതി സന്ദർശിക്കും. വിഭൂതി കനുങ്കോ കോളേജ് ഓഫ് ആർട്സ് ആന്റ് ക്രാഫ്റ്റ്സ്, ഉത്കൽ സാംസ്കാരിക സർവകലാശാല എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുമായും ശ്രീമതി മുർമു സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനം നാളെ മുതൽ. 3 ദിവസം നീളുന്ന സന്ദർശനത്തിൽ റഷ്യ ഓസ്ട്രിയൻ പ്രസിഡന്റുമാരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. മോസ്കോ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലനുമായും ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹമറുമായും കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജിയുമായി ബന്ധപ്പെട്ട് പുതിയ പരീക്ഷ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ ജെബി പാർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് 26 ഹർജികളിൽ വാദം കേൾക്കും. തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ 2 സൈനികർ വീരമൃത്യു വരിച്ചു. ദേശീയ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛതാ പഖ്വാഡ പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കോഴിക്കോട് സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിനായി 463 കോടി രൂപ ചെലവഴിക്കും. തിരൂരങ്ങാടി MK ഹാജി ഓർഫനേജ് ആശുപത്രിയിലെ വിവിധ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ യുവാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച KSEBക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അതിനിടെ KSEB ജീവനക്കാർക്കോ ഓഫീസിനോ എതിരെ ഇനി ആക്രമണമുണ്ടാകില്ല എന്ന യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയതായി KSEB ചെയർമാൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ത്യയ്ക്ക് 2ാം T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിത്തന്ന രോഹിത് ശർമ്മ 2025 വരെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ രോഹിത് നയിക്കുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ പറഞ്ഞു. സിംബാബ്വേക്കെതിരായ 2ാം പുരുഷ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 100 റൺസ് ജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റിന് 234 റൺസ് നേടി. സിംബാബ്വെ 18.4 ഓവറിൽ 134 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്കായി അഭിഷേക് ശർമ്മ 47 പന്തിൽ 100 റൺസ് നേടി. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിനയച്ചു. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. +1 പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഫലം നാളെ രാവിലെ പ്രസിദ്ധീകരിക്കും. സംവരണ തത്വം അനുസരിച്ച് നിലവിലുണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറി സീറ്റുകളാക്കിയാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടുള്ളത്. പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ക്രിക്കറ്റ് പരിശീലകൻ പീഡിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പീഡനക്കേസിൽ പ്രതിയായ മനു കഴിഞ്ഞ 10 വർഷമായി KCAയിൽ പരിശീലകനാണ്. കാർഗിൽ യുദ്ധവീരനായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് 25ാം ചരമവാർഷികത്തിൽ തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂരിലുള്ള വസതിയിലെത്തിയാണ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. കാർഗിൽ യുദ്ധസമയത്ത് ടൈഗർ ഹില്ലിൽ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ ചുമതലക്കാരനുമായിരുന്നു ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. ഹോളിവുഡ് നിർമ്മാതാവ് ജോൺ ലാൻഡൌ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു. സംവിധായകൻ ജെയിംസ് കാമറൂണിനൊപ്പമാണ് അദ്ദേഹം 2 ചിത്രങ്ങളും നിർമ്മിച്ചത്. നബാർഡ് നടപ്പിലാക്കുന്ന സംയോജിത പട്ടികവർഗ വികസന പരിപാടിക്ക് തിങ്കളാഴ്ച കൊല്ലത്ത് തുടക്കമാകും. കുളത്തൂപ്പുഴ കടമാൻകോട് മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. രജിസ്ട്രേഷൻ വകുപ്പിൽ ആധാരം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന pearl.registration.kerala.gov.in വെബ് പോർട്ടലിൽ ഈ മാസം 13 മുതൽ 16 വരെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ തടസ്സപ്പെടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.